أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സൂറത്തുൽ അംബിയ ആണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അംബിയയിലെ 50-ാമത്തെ ആയത്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യമായി ഭയപ്പെടുകയും പരലോകത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, അതേപോലെ അള്ളാഹു മനുഷ്യന്മാർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള വിശുദ്ധ ഖുർആൻ അത് മുബാറക്കാണ്, പരിശുദ്ധമാണ്, ബർക്കത്തുള്ളതാണ്. പക്ഷെ നിങ്ങൾ അതിനെ നിഷേധിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി കൊണ്ട് ബന്ധപ്പെട്ട സംഗതികൾ. അപ്പം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം കുറച്ച് പറഞ്ഞു. മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകി. ആ തൗറാത്തിൽ ആളുകൾക്കുള്ള ഹുദയും റുഷ്ദുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കുറച്ച് വിശദമായി തന്നെ പറയുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. وَلَقَدْ آتَيْنَا إِبْرَاهِيمَ رُشْدَهُ مِنْ قَبْلُ وَكُنَّا بِهِ عَالِمِينَ. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قالوا وجدنا آباءنا لها عابدين. അപ്പോൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വലഖദ്
ദാലിന് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖല. വലഖദ് ദ് എന്നുള്ള വെളിവാക്കി ഓതണം. വലഖദ് ആതൈന, അവിടെ ആതൈന എന്നുള്ള അസ്ലിയ മധ്യേ ഉള്ളൂ, രണ്ടക്ഷരത്തിന്റെ കതിർ നീട്ടിയാൽ മതി. ആതൈന എന്ന് ഓതാൻ പാടില്ല. ആതൈന. ഇനി ന എന്നുള്ളിടത്ത് നീട്ടണം. ആതൈന ഇബ്രാഹിമ. ആതൈന എന്നുള്ളത് ഏകദേശം 6 അക്ഷരത്തിന്റെ നീളത്തിൽ നീട്ടണം. ആതൈന ഇബ്രാഹിമ. ബാക്ക് സുക്കൂനാണ്. ഇബ് ഖുതുബുജദ് ബാക്ക് സുക്കൂനാണ്. വലഖദ് ഇബ് രണ്ടും ഹുറൂഫുൽ ഖൽഖലാണ്. ഇബ് ഇബ്രാഹിം. ഇബ്രാഹിം ഇബ്രാഹിം എന്നല്ല, നമ്മളൊക്കെ ഇബ്രാഹിം എന്നാ പറയാ. സാധാരണ ഇബ്രാഹിം എന്നാണ് പറയേണ്ടത്. നമ്മളൊക്കെ ഇബ്രാഹിം ഇബ്രാഹിം എന്നാ പറയാം. ഇബ്രാഹിം അല്ല, ഇബ്രാഹിം. നമ്മൾ ഈ ചിലപ്പോൾ ഇബ്രാഹിം ഇബ്രാഹിം എന്ന് പറഞ്ഞോണ്ട് ചിലപ്പോൾ ഖുർആൻ ഇബ്രാഹിം ആവും. ഇബ്രാഹിം എന്നാണ്. ബാക്ക് സുക്കൂനാണ്, ഹുറൂഫുൽ ഖൽഖലാണ്. ഇബ്രാഹിം ഇബ്രാഹിം. അപ്പൊ വലഖദ് ആതൈന ഇബ്രാഹിമ. ഇബ്രാഹിം ഇബ്രാഹിം അല്ല, ഇബ്രാഹിമ. പിന്നെ റുഷ്ദഹു മിൻ ഖബ്ലു, അവിടെ മീൻ എന്നുള്ളത് മണിക്കണം. മിൻ ഖബ്ലു എന്നാണ് ഓതേണ്ടത്. മിൻ ഖബ്ലു എന്നല്ല, നൂനു സാക്കിനക്ക് ശേഷം ഖാഫാണ്. ഖാഫ് ഇദ്ഹാറിന്റെ അക്ഷരമല്ല. അതുകൊണ്ട് പിന്നെ മിൻ ഖബ്ലു. ബാക്ക് സുക്കൂനാണ്. മിൻ ഖബ്ലു. നേരത്തെ ഇബ്രാഹിം പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ഹുറൂഫുൽ ഖൽഖലിൽ പെട്ടതാണ്. ബാക്ക് സുക്കൂൻ അവിടെ നല്ല വെളിവാക്കണം. പിന്നെ വകുന്ന ബിഹി ആലിമീൻ. വകുന്ന അവിടെ നൂന് ശബ്ദമുള്ളതുകൊണ്ട് മണിച്ചിട്ടാണ് ഓതേണ്ടത്. പിന്നെ ബിഹി ആലിമീൻ, അവിടെ വഖഫിന്റെ സന്ദർഭത്തിൽ കുറച്ച് നീട്ടിയിട്ട് ഓതണം. ആലിമീൻ അതാണ് ഓതുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇദ് ഖാല ലി അബീഹി. ഇദ് ഖാല ലി അബീഹി. ലി അബീഹി നീട്ടാൻ പാടില്ല. ലി അബീഹി എത്ര മതി, അതോ അസ്ലിയ മധ്യേ ഉള്ളൂ, 2 അക്ഷരം. പിന്നെ വഖൗമിഹി. പിന്നെ വഖൗമിഹി എന്നുള്ളിടത്ത് ആ ഹി കഴിഞ്ഞിട്ട് കുറച്ച് നീട്ടണം. ഖൗമിഹി മഹാദ്. ഖൗമിഹി മഹാദ് എന്നല്ല, ഖൗമിഹി മഹാദിഹി തമാസീലു. തമാസീലു അവിടൊക്കെ ഹാദിഹി തമാസീലു. ഹാദിഹി അത്തമാസീലു എന്നല്ല, ഹാദിഹി തമാസീലു അല്ലത്തി എന്നുള്ള അവിടെ നീട്ടണം. അല്ലത്തി എന്നുള്ളതിന് ശേഷം പിന്നെ ഹംസയാണ് വരുന്നത്. അപ്പോൾ അത്തമാസീലുല്ലത്തി അൻതും. അൻതും എന്നല്ല, അൻതും ലഹാ ആകിഫൂൻ. ആകിഫൂൻ അല്ല, ആകിഫൂൻ. ആകിഫ് ഐനാണ്. അപ്പൊ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നുകൂടി നോക്കുക. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീലു അല്ലതീ അൻതും ലഹാ ആകിഫൂൻ. ഖാലൂ വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലഖദ് ആതൈന, തീർച്ചയായിക്കൊണ്ടും നാം നൽകിയിരിക്കുന്നു, നാം കൊടുത്തിരിക്കുന്നു. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കഴിഞ്ഞ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറഞ്ഞ ആരെ പറ്റിയാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കലീമാണ്. കലീമുല്ലാഹ് എന്താ? അള്ളാഹു നേരിട്ട് സംസാരിച്ച ആളാണ് ആര്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അഥവാ ഒരു മരത്തിൽ നിന്ന്, ഒരു മറക്ക് പിന്നിൽ നിന്ന് അള്ളാഹുമായിട്ട് നേരിട്ട് സംസാരിച്ചു. പിന്നെ തൗറാത്ത് കൊടുത്തപ്പോഴും സംസാരിച്ചു, അതിനുമുമ്പ് ആദ്യമായി വഹി കിട്ടുമ്പോഴും സംസാരിച്ചു. ആ സംസാരിച്ചപ്പോഴാണ് മൂസാ നബിക്ക് ഒരു പൂതി ഉണ്ടായത്. എന്ത്? അള്ളാഹിനൊന്ന് കണ്ടാൽ തിരക്കിടില്ല. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നക ലൻ തറാനി
എനിക്കെന്നെ കാണാൻ കഴിയില്ല, അഥവാ ഈ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിയില്ല. ഇനി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ പർവ്വതത്തേക്ക് നോക്കിക്കോ, ഫൈനിസ്തഖറ മക്കാനുഹു, അതെൻ്റെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എന്നെ കാണാം. അങ്ങനെ ഫലമ്മ തജല്ല റബ്ബു, അള്ളാഹു ആ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയപ്പോൾ പർവ്വതം പൊട്ടി തകർന്നു പോവുകയും വഖറ മൂസ സഅഖൻ, മൂസാ നബി എന്ത് ചെയ്തു? ബോധരഹിതനായി വീഴുകയും ചെയ്തു. അപ്പൊ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ ആർക്കും കഴിയില്ല. അഥവാ മരണത്തിന്റെ മുമ്പ്, ദുനിയാവിൽ നിന്നല്ല, മരണത്തിന്റെ മുമ്പ് ഒരാൾക്കും കാണാൻ കഴിയും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ പോലും അള്ളാഹുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ നൂറ് കണ്ടു എന്നല്ലാതെ അള്ളാഹുവിനെ പ്രവാചകനും കണ്ടിട്ടില്ല. സ്വർഗം നരകമൊക്കെ അള്ളാഹു കാണിച്ചു കൊടുത്തു. പക്ഷെ ഇനി റഅയ്തു നൂറൻ, ഞാൻ അള്ളാഹുവിന്റെ നൂറ് കണ്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയാം. ഇബ്രാഹിം നബിക്ക് നമുക്കറിയാം, ഇബ്രാഹിം നബി ആരാണ്? അള്ളാഹിന്റെ ഖലീൽ. ഖലീൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അള്ളാഹ്ക്ക് എത്ര ഖലീലുണ്ട്? ഖലീലുണ്ട് ആർക്കറിയില്ല. അള്ളാഹുവിന് എത്ര ഖലീലുണ്ട്? അള്ളാഹുവിന് 2 ഖലീലുകളുണ്ട്. ആരാണ്? ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖലീലാണ്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഇബ്രാഹിമ ഖലീല, സുവിശുദ്ധ ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ ഹദീസിൽ കാണാം, ഇത്തഖദനി അല്ലാഹു ഖലീലൻ കമ ഇത്തഖദ അല്ലാഹു ഇബ്രാഹിമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കിയതുപോലെ എന്നെയും അള്ളാഹ് ഖലീലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലഖ്തഖദതു അബൂബക്കറിൻ ഖലീല. ഞാനൊരു ദുനിയാവിലൊരു ഖലീലിനെ ഞാൻ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ഞാൻ ആരെ സ്വീകരിക്കുമായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിക്കുമായിരുന്നു. അപ്പൊ അള്ളാന്റെ ഖലീലിന് പിന്നൊരു ഖലീൽ ഉണ്ടാകാൻ പറ്റൂല. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖിനെ ഖലീലായി സ്വീകരിക്കുക. എൻ്റെ അടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ കൂട്ടുകാരൻ തന്നെയാണ്. പക്ഷെ ഖലീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇനി വേറില്ല. എന്ന് പറഞ്ഞാൽ മഹബത്തിന്റെ ഏറ്റവും അങ്ങേ തലക്കലുള്ള ഒരു സ്ഥാനം ഉണ്ടല്ലോ, അതാണ് ഖലീൽ. ഖുല്ലത്ത്. ആ ഖുല്ലത്ത് അത് മഹബത്തിന്റെ ഒക്കെ എത്രയോ മേലെയാണ്. മഹബത്ത് എന്ന് പറഞ്ഞ സ്നേഹമാണല്ലോ. ആ ഖുല്ലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 2 ആളോടുള്ളൂ. ആ 2 ആൾക്ക് പിന്നെ വേറെ ഖലീൽ ഉണ്ടാകാൻ പാടില്ല. ശരി, അള്ളാഹ് ഖലീലാക്കിയ ഒരാൾക്ക് പിന്നെ വേറെ ഖലീൽ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അയാൾ അള്ളാന്റെ ഖലീലിന്റെ ഖലീലാവും, അള്ളാന്റെ ഖലീലിന്റെ ഖലീലാവും. ഉണ്ടാവില്ല, അങ്ങനത്തെ സ്ഥാനമല്ല. അപ്പൊ അതുകൊണ്ടാണ് അതേ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹത്വമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഉമ്മത്തിൽ എന്നല്ല, ലോകത്തെ എല്ലാ പ്രവാചകന്മാരുടെയും ഉമ്മത്തില് ഏറ്റവും ശ്രേഷ്ഠനാണ്. ഈ ഉമ്മത്തിൽ മാത്രമല്ല, ലോകത്തേക്ക് അയക്കപ്പെട്ട ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും കോടിക്കണക്കിന് അനുയായികളുണ്ട്. ആ കോടിക്കണക്കിന് അനുയായികളിൽ ഏറ്റവും, അഥവാ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഒന്നാമത്തെ മനുഷ്യൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇന്നി മഅകുമ, നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പ്രവാചകനല്ലാത്ത ഒരാളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് മാത്രം. ആ വിഷയത്തിലല്ല. അതുകൊണ്ട് അതായത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ നബിയും പറഞ്ഞു, ഇന്നി മഅകുമ, ഇത് നിങ്ങൾ നിരൂപിക്കോ. റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് ഇരിക്കുമ്പോൾ പറഞ്ഞു, ലാ തഖഫ് ഇന്നല്ലാഹ മഅന എന്ന് പറഞ്ഞല്ലോ റസൂലുള്ളാഹ്. അവിടെ അതിലൊന്ന് റസൂലുള്ളാഹിയാണ്, മറ്റേതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ നിങ്ങളുടെ കൂടെ മഅയി ഖാസിയത്തുൽ ഖാസ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പ്രത്യേകമായി മഅയ്യത്തുണ്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റി മാത്രമാണ്, പ്രവാചകനല്ലാത്ത ഒരാളെ പറ്റി അള്ളാഹുവിന്റെ ഖുർആനിലുള്ളത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിന്റെ ഖലീലാണ്. അദ്ദേഹം അള്ളാഹ് പറയാണ്, വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബൽ. റുഷ്ദ് എന്ന് പറഞ്ഞാൽ സന്മാർഗം അല്ലെങ്കിൽ വകതിരിവ്, വിവേകം എന്നൊക്കെയാണ് അർത്ഥം പറയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം വിവേകം നൽകിയിട്ടുണ്ട്. എപ്പോ? മിൻ ഖബലു. മിൻ ഖബലു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ. അതാണ് തഫ്സീറുള്ളത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടുണ്ട്? റുഷ്ദ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് കാണും, പിന്നെ ഈസാ നബിന്റെ പിന്നെ ചെറുപ്പത്തിൽ തന്നെ എന്താക്കി? പ്രവാചകനായി നിയോഗിച്ചതുണ്ടല്ലോ.
പിന്നെ അവിടെയൊക്കെ എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രവാചകത്വത്തിന്റെ രൂപത്തിൽ വളർത്തിയെടുക്കും. അതുകൊണ്ടാണ് ഈ തഫ്സീറിൽ കാണാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറുപ്പം മുതലേ ഒരു വിഗ്രഹാരാധനയോട് മനസ്സിലെന്തുണ്ട്, ഒരു ഇഷ്ടമില്ലായ്മയിലൂടെയാണ് ആര് വളർന്നത്, ഇബ്രാഹിം നബി. കാരണം അദ്ദേഹം വളരുന്നത് എവിടെയാണ്, സാഹചര്യം എവിടെയാണ്, വിഗ്രഹാരാധനയുടെ നടുവിലാണ്. വിഗ്രഹാരാധകനായ പിതാവിന്റെ ശിക്ഷണത്തിലാണ് ആര് പറഞ്ഞത്, ഇബ്രാഹിം നബി പറഞ്ഞത്. പക്ഷെ ആ ഇബ്രാഹിം നബിനെ അന്ന് സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു തിന്മയിൽ നിന്നുള്ള അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് വലഖദ് ആതീനാ റുഷ്ദഹു മിൻ ഖബ്ൽ, അഥവാ നബി ആക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഗ്രഹാരാധനക്കെതിരുള്ളൊരു ബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വിഗ്രഹാരാധനക്ക് ചെറുപ്പം മുതലേ എതിരായിരുന്നു. കാരണം വിഗ്രഹാരാധന എന്താ പറയുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്റെ ബുദ്ധിക്കെതിരാണല്ലോ. നമ്മളൊരു സാധനം കൊണ്ട് കൊത്തിണ്ടാക്കുക, ശരിക്കും ആരാധിക്കേണ്ടത് അത് നമ്മൾ ആരാധിക്കണം, അത് നമ്മളാണ് തന്നെ ഉണ്ടാക്കിയത്, ഇല്ലേ? നിങ്ങൾ ആലോചിക്കാന് ശരിക്കും അതിന് ബുദ്ധി ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കും. കാരണം എന്താ, അതിന് രൂപം കൊടുത്താരാണ്, നമ്മളാണ്. ശരി, അതിൻ്റെ അത്ര ബുദ്ധിയും കൂടി എന്തില്ല മനുഷ്യന്മാർക്ക്. നിങ്ങൾ ഒരു ജന്തു മറ്റൊരു ജന്തുവിനെ ആരാധിക്കണ കാര്യം കണ്ടല്ലോ, മനുഷ്യനല്ലാതെ. ഒരു പോത്ത് മറ്റൊരു പോത്തിനെ വണങ്ങലുണ്ട്, ഒരു എലി മറ്റൊരു, മനുഷ്യന്മാരോ എലിന്റെ മുന്നിലും പോത്തിന്റെ മുന്നിലും പൂച്ചന്റെ മുന്നിലും ഒക്കെ വണങ്ങണം. ഇബ്ലീസ് എത്രമാത്രം മനുഷ്യന്റെ ബുദ്ധിയെ മരയിപ്പിച്ചു എന്നുള്ളതിന്റെ അടയാളാണ്. അപ്പൊ നോക്കി നിങ്ങൾ, അള്ളാഹ് പറയാണ് വലഖദ് ആതൈനാ ഇബ്രാഹിം റുശ്ദഹു മിൻ ഖബ്ൽ. മാത്രമല്ല വകുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ ശരിക്കും അറിയുന്നവരായിരുന്നു നാം. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു വന്ന ചുറ്റുപാടും അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നാം വ്യക്തമായി അറിയുന്നവര്. വകുന്നാ അള്ളാഹുടെ ബഹുവചനത്തിൽ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹുവിന്റെ തഅദീം, അള്ളാഹുവിന്റെ അദമത്ത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്വം പറയാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അള്ളാഹു അവനെ കുറിച്ച് പറയുമ്പോൾ ബഹുവചനത്തിൽ പറയും വകുന്ന എന്ന് പറയും, നാം എന്ന് പറയും. അത് അള്ളാഹു ഒന്നിലധികം ഉണ്ടായിട്ടില്ല. അത് അള്ളാഹു അവനെ കുറിച്ച് താദീം ചെയ്ത് പറയാം, ബഹുമാനിച്ച് പറയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അള്ളാഹിനെ പറ്റി നിങ്ങൾ അറിയാൻ പറ്റുമോ, പറ്റൂല. ആ ഖുറാനിലുള്ളത് അവിടെ നമ്മൾ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ ഖുറാനുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൂടി ഇല്ലെങ്കിൽ അപകടം പറ്റുന്നൊരു തെളിവ് കൂടിയാണ്. കാരണം അള്ളാഹിനെ പറ്റി ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വകുന്നാ ബിഹി ആലിമീൻ എന്ന് പറഞ്ഞു. കുന്നാ ബിഹി ആലിമീൻ അവിടൊക്കെ ബഹുവചനാണ്. പക്ഷേ വലഖദ് ആതൈനാ അവിടെ കണ്ടോ ബഹുവചനാണ്. പക്ഷെ നമ്മൾ അള്ളാഹിനെ പറ്റി പറയുമ്പം എന്ത് പറയാൻ പറ്റില്ല, അള്ളാഹുവെ നിങ്ങളെന്നെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ തൗഹീദിനെതിരാണ്. ശരി, അപ്പൊ തൗഹീദിനെതിരെ അള്ളാഹ്ക്ക് പറയാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ലാ യുസ്അലു അമ്മാ യഫ്അൽ, മുമ്പ് പിടിച്ചില്ലേ, അള്ളാഹ് ചെയ്യുന്ന അള്ളാഹിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, പുല്ലിംഗും സ്ത്രീലിംഗും ഒന്നും അല്ലല്ലോ. അപ്പൊ അള്ളാന്നുള്ള അല്ല, അപ്പൊ ഇതെങ്ങനെയാണ് അവന് അത് അറബി ഭാഷയിൽ അള്ളാഹു അവനെ കുറിച്ച് പുല്ലിംഗ രൂപത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പുല്ലിംഗം എന്ന് പറയാൻ പറ്റൂല. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രയോഗത്തിൽ പുല്ലിംഗമുണ്ട്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നഊദു ബില്ലാഹ് ആണ് പെണ്ണെന്നുള്ളത് എന്ത് നമുക്ക് പറ്റില്ല, അള്ളാഹു അത് പറയാൻ പറ്റില്ല. പക്ഷെ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞ പ്രയോഗം നമ്മൾ പറയാം, അത്രേ നമ്മൾ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു അവനെ കുറിച്ച് ഹുവ എന്നാ പറഞ്ഞിട്ടില്ല, ഹിയ എന്ന് പറഞ്ഞിട്ടില്ല. മലക്കളെ കുറിച്ച് പുല്ലിംഗ രൂപത്തിലാണ് പറഞ്ഞിട്ടില്ല, സ്ത്രീലിംഗ രൂപത്തിൽ പറഞ്ഞിട്ടില്ല. ശരി, അപ്പൊ അതേപോലെ നമ്മൾ പറയാം. അതാണ് നമ്മുടെ സൂക്ഷ്മത. പക്ഷെ അവിടെ അള്ളാഹു അവനെ കുറിച്ച് ബഹുവചനത്തിൽ നാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് അള്ളാഹിനെ പറ്റി ബഹുവചനത്തിൽ നാം എന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ അള്ളാഹു അവന്റെ സൃഷ്ടികളെ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് പറ്റോ, വശംസി വദുഹാഹ നമുക്ക് പറ്റോ? സൂര്യനെ തന്നെയാണ് സത്യം പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. അതെന്തുകൊണ്ട് പറ്റില്ല? റസൂൽ പഠിപ്പിച്ചു തന്നോ? അപ്പൊ ഖുറാൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പറ്റൂ? മനസ്സിലായോ? ഖുറാന്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളുടെ റസൂലുള്ളാഹിന്റെ വിശദീകരണം ഉണ്ടാകുമ്പോഴേ ഖുറാൻ പൂർണ്ണമായി മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും കഴിയുള്ളൂ എന്നുള്ള കൂടി തെളിവ് കൂടിയാണിത്. കാരണം അള്ളാഹിന്റെ ഖുറാനിലുണ്ട് വശംസി വദുഹാഹ വല്ലൈലി ഒക്കെ ഒരുപാടില്ലേ. രാത്രിയെ തന്നെയാണ് സത്യം, സൂര്യനെ തന്നെയാണ് സത്യം, ചന്ദ്രൻ തന്നെയാണ് സത്യം, ഈ രാവിനെ തന്നെയാണ് സത്യം. എത്ര സത്യമുണ്ട് ഖുറാനില്. പക്ഷെ അന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സത്യം ചെയ്യുമ്പോൾ
കാബനെ പോലും സത്യം ചെയ്യാൻ പറ്റില്ല. കാബയാണ് സത്യം തരാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം കാബ എന്താണ്? അള്ളാന്റെ സൃഷ്ടിയാണ്. റബ്ബുൽ കാബ പറ്റും. റബ്ബുൽ കാബ കാബിന്റെ രക്ഷിതാവ് അല്ലാതെ. റബ്ബുന്നാസ് എന്നൊക്കെ പറയാം. റബ്ബുന്നാസ് റബ്ബുൽ കാബ എന്നൊക്കെ അള്ളാഹിലേക്ക് ചേർത്തി പറയാം. മനസ്സിലായോ? ഈ ബൈറ്റ് ഈ വീടിന്റെ ഉടമസ്ഥൻ തന്നെ ഈ വീടിന്റെ കാബനെ ചൂണ്ടിട്ട് റസൂൽ പറഞ്ഞു ഈ വീടിന്റെ റബ്ബഹാദിൽ കാബ, കാബയുടെ രക്ഷിതാവ് അതാരാ? അള്ളാഹാണ്. അങ്ങനെ പറയാം. മനസ്സിലായോ? എന്താ ആര് ചോദിക്കുന്നത്? ആര്? ആ അങ്ങനെ ആ അങ്ങനെ തന്നെ പേശുവല്ലേ. അതൊക്കെ അത് ഞാൻ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അള്ളാഹുവിനെ സംബന്ധിച്ച് ബഹുവചനം പ്രയോഗിച്ചിട്ടുണ്ടോ? ശരി. ഇതെന്താ വെച്ചാൽ അവനാന്റെ ദീൻ ഇങ്ങനെ അവനാന്റെ ബുദ്ധി ആയുള്ള പ്രശ്നമാണ്. അതിനെല്ലാവർക്കും പറ്റും. ആരിപ്പോ ബുദ്ധി മൂടി വെച്ചിട്ടൊന്നും ആരും വെച്ചു വയ്ക്കുക. ബുദ്ധി ഉപയോഗിച്ച് അവസാനം ഉപയോഗിക്കേണ്ട അടുത്ത് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്ത് വെച്ചത്. ബുദ്ധി നിറ കത്തി പോലെയാണ്. കത്തി അവസാനത്ത് ഉപയോഗിച്ചാൽ നമുക്ക് ഉപകാരം ഉണ്ടാവും, ആവശ്യമില്ലാത്ത ഉപയോഗിച്ചാൽ അതുകൊണ്ടുള്ള അപകടം പറയും വേണ്ട. അതാണ് മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ പറയുന്നത് വെച്ചാൽ അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത് നമുക്ക് അള്ളാഹു നമ്മൾ അവനോടുള്ള ആദരവ് ഇനി ഒരിക്കലും ഒരു കുറവല്ല നീ എന്ന് പറയുന്നു. നീ ഏകവചനത്തിൽ പറയാനാണ് അള്ളാഹിനെ ബഹുമാനിക്കല്. മനസ്സിലല്ലേ? നീ എന്നുള്ള ഏകവചനത്തിൽ പറയലാണ് അള്ളാഹിനെ ബഹുമാനിക്കല്. കാരണം അള്ള അങ്ങനെ റസൂൽ അങ്ങനെ പഠിപ്പിച്ച് എന്താ പറഞ്ഞ നമുക്ക് റമദാൻ നിസ്കരിക്കാൻ അവിടെ ഇരുപൊന്നുമില്ല. അപ്പൊ എന്താ പറഞ്ഞത്? വലഖദ് ആതൈന ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബൽ വകുന്ന ബിഹി. അതൊക്കെ 20 പണ്ടേ, ഇപ്പൊ 20 കയ്യറ തറാവി ഞാൻ പോയതാ. അത്തമാസിൽ ഇൻഷാല്ലാ ക്ലാസ്സിന്റെ പറയാം. മാഹദി തമാസീലുല്ലത്തി അവറത്തില്ല വകുന്ന ബിഹി ആലിമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കുന്ന എന്നുള്ള ബഹുവചനം അല്ല പ്രയോഗിച്ചിട്ടുള്ളത്. ആ ബഹുവചനം പ്രയോഗിച്ചത് എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകവചനത്തിൽ തന്നെയാണ് അള്ളാഹുവിനെ. ഇപ്പൊ റസൂലുള്ളാഹിന്റെ ഒരുപാട് കാണാം. അൻത എന്നാണല്ലോ റസൂൽ പറയുന്നത്. അൻത ഖുലില്ലാഹുമ്മ എന്താണ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അൻത എന്നുള്ള തന്നെയാണ്. അവിടെ ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ ഒരിക്കലും ബഹുവചനം ഇല്ല. അതേസമയത്ത് അള്ളാഹ് അവനെ കുറിച്ച് ബഹുമാനത്തിൽ നാം എന്ന് പറയാറുണ്ട്. അത് നമുക്ക് പറ്റിയതല്ല. കാരണം അത്രയും സൂക്ഷ്മത അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വാക്കിൽ പോലും സൂക്ഷ്മത കാണിക്കണം. അത് അയാൾക്ക് പറഞ്ഞു കൊടുത്താണ്ട് ഇയാളെ ജഹാലത്താണത്. മനസ്സിലല്ലേ? ഖുറാനിൽ ഇവിടുന്ന് ഒരു മനുഷ്യൻ നമുക്ക് ഇപ്പൊ ഖുറാനിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച അള്ളാഹിന്റെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനകളുണ്ട്. മനസ്സിലല്ലേ? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക ഒക്കെ തായാണ്. ഒക്കെ നീ എനിക്ക് തുറന്നിരുന്നു, നീ എനിക്ക് തുറന്നിരുന്നു. ഇഫ്തഹു ലി എന്നല്ലല്ലോ, നിങ്ങൾ എനിക്ക് തുറന്നിരുന്നല്ലോ. എന്നിട്ട് അള്ളാഹു ഇത് ഖാല ലി അബീഹി, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞു. അപ്പൊ തന്റെ പിതാവിനോട് അദ്ദേഹം ആദ്യം പറഞ്ഞു. തന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ദഅവത്ത് ആരംഭിക്കുക. തന്റെ പിതാവിനോട് പറഞ്ഞു. അബീഹി പറയാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ആസർ എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ പറഞ്ഞെന്ന് വെച്ചാല് അമ്പിയാക്കന്മാരുടെ പിതാവ് മാതാപിതാക്കൾ എല്ലാവരും മുസ്ലിങ്ങളായിരിക്കും, അവരെന്താവില്ല മുശ്രിക്കുകളാവില്ല. അപ്പൊ യാതൊക്കിങ്ങള് ഇത് ഖാലലി അബീഹി വ ഖൗമിഹി, ഇബ്രാഹിം നബി ആരോട് പറഞ്ഞു? അബീഹി, തന്റെ ബാപ്പാനോട്. അപ്പൊ അബു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അപ്പൊ ചില ആൾക്കാർ ബാപ്പല്ല, ബാപ്പാന്റെ സഹോദരനാണ്. ബാപ്പാന്റെ സഹോദരൻ അറബി ഭാഷയിൽ അമ്മന്ന് പറയാ. എന്താ പറയാ? അമ്മൻ. അപ്പൊ ഇത് ഖാലിൽ അമ്മിഹി എന്നല്ല. അപ്പൊ അള്ളാഹ്ക്ക് എന്താ അമ്മന്റെ അറബി അറിയണ്ട? നഊദുബില്ല, ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞു തന്നെ. ഇപ്പൊ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട്
അമ്പിയാക്കന്മാർക്ക് എന്തില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞു എന്ന് തന്നെയാണ് അള്ളാഹ് പറഞ്ഞത്. ഇപ്പൊ പ്രവാചകന്മാരുടെ മക്കളോ ഭാര്യമാരോ പിതാക്കന്മാരോ ആ മാർഗത്തിലല്ല എന്നുള്ളത് അമ്പിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും മകനും മുസ്ലിം അല്ല, ഖുർആൻ കൊണ്ട് നസ്സാണല്ലോ. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ, ഇത് ഈ 2 പ്രവാചകന്മാരുടെ ഭാര്യമാരെയാണ് കാഫറുകൾക്കുള്ള മിസാലായി അള്ളാഹ് പറഞ്ഞത്. സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമായിട്ട് അള്ളാഹ് പഠിപ്പിച്ച തന്നെ ആരാണ്? 2 പ്രവാചകന്മാരുടെ ഭാര്യമാരാണ്. മനസ്സിലല്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാർ. അയ്യൂബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസിയുടെ ഉദാഹരണമായി പഠിപ്പിച്ചതോ ഒരു കാഫിറിന്റെ ഭാര്യ. ആ കാഫിർ ഫിർഔൻ. മനസ്സിലല്ലേ? വിശ്വാസികളുടെ ഉദാഹരണമായി പഠിപ്പിച്ചത് ഒരു കാഫിറിന്റെ ഭാര്യയാണ്. സത്യനിഷേധികൾക്കുള്ള ഉദാഹരണമായി പഠിപ്പിച്ചതും പിന്നെ എന്താണ്? പ്രവാചകന്മാരുടെ ഭാര്യയാണ്. അപ്പൊ അത് പ്രവാചകന്മാരുടെ മഹത്വത്തിനോ അതല്ലെങ്കിൽ അവരുടെ സ്ഥാനത്തിനോ പിന്നെ ഒരു കോട്ടോ സംഭവിക്കുന്നില്ല. ഇബ്രാഹിം നബിയുടെ പിതാവിന്റെ പേര് വിശുദ്ധ ഖുർആൻ തന്നെ കാണാം, ആസർ എന്നാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം, തഫ്സീറിലൊക്കെ അദ്ദേഹം വിഗ്രഹാരാധനയുടെ ആളാണ്. മാത്രമല്ല വിഗ്രഹം സ്വന്തമായി കുത്തി ഉണ്ടാക്കി അത് വിൽപ്പന നടത്തി അതിൻ്റെ ശരിക്കൊരു വിഗ്രഹത്തിന്റെ പൂജാരിയായിരുന്നു ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതാവ്. അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞത് ആരോടാണ്? ഇബ്രാഹിം നബി പിതാവിനോട്. പിന്നെ വഖൗമിഹി, അദ്ദേഹത്തിന്റെ ഖൗമിനോടും പറഞ്ഞു, മാ ഹാദിഹി തമാസീൽ, എന്താണ് ഈ രൂപങ്ങൾ? തിംസാൽ, മാ ഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താണിത്? തമാസീൽ എന്ന് പറഞ്ഞാൽ തിംസാൽ എന്ന് പറഞ്ഞ രൂപങ്ങൾ, സ്റ്റാച്യു നമ്മൾ പറയില്ലേ, വിഗ്രഹങ്ങൾ. എങ്ങനെയുള്ള അതിനെ കുറച്ച് വിശദീകരിക്കാണ്ട് ആയത്ത് മുഴുവൻ പറഞ്ഞിട്ട് അർത്ഥം പറയാം. അങ്ങനെയുള്ള അൻതും ലഹ ആകിഫൂൻ, നിങ്ങൾ ഈ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇഅ്തികാഫിരിക്കാൻ, ഭജനിരിക്കാൻ, ഇതിന്റെ മുമ്പിൽ ഭജനമിരിക്കുന്ന ഈ തിംസാലുകൾ, ഈ രൂപങ്ങൾ എന്താണ് ചോദിച്ചാൽ അതെന്താന്ന് ചോദിച്ചാൽ അതറിയാൻ വേണ്ടി ചോദിക്കില്ല, എന്തിനാണ് നിങ്ങൾ ഇതിന്റെ മുമ്പിൽ പോയി ഭജനമിരിക്കുന്നത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചോദിക്കണം. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സംഗതികളുണ്ട്. എന്താ വെച്ചാല്, ഇപ്പോൾ ഒന്ന്, ഇസ്ലാമിൽ പിന്നെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. പണ്ട് പിന്നെ ഒരാളൊരു കഥ പറയുന്നുണ്ട് വെച്ചാൽ, പണ്ട് ഈ പിന്നെ ഞാൻ രാഷ്ട്രീയം പറയില്ല, ഈ പണ്ട് ലീഗുകാര് പിന്നെ ആരോ CHന്റെ എന്തോ രൂപം ഉണ്ടാക്കിയായിരുന്നു, കോലുണ്ടാക്കിയായിരുന്നു. അപ്പം അത് EK സമസ്തന്റെ ആൾക്കാർ വലിയ പ്രശ്നമാക്കി. അന്നത്തെ പണ്ടത്തെ കഥയായിട്ട് പറഞ്ഞു, അന്ന് രൂപം ഉണ്ടാക്കുക, കോലുണ്ടാക്കുക എന്നുള്ളത് പിന്നെ എന്താ പറയുക, അന്ന് വലിയ വിവാദമാണ്. അപ്പൊ വിവാദം ആയപ്പം പ്രശ്നമെത്തി. അപ്പൊ പിന്നെ എന്താ പറയാ, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക, അത് കത്തിക്കണം. ശരി. അപ്പൊ വേറെ ചില ആൾക്കാർ ആ കോലം എന്ത് ചെയ്തു, കത്തിച്ചു. അതായത് ഇവരെ അറിയാതെ പ്രതിഷേധമായിട്ട് ആ കോലം കത്തിച്ചു. അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ നിന്നപ്പോ എന്താ വെച്ചാല്, ഒന്ന് കോലം ഉണ്ടാക്കാൻ പാടില്ല, ഉണ്ടാക്കിയാൽ എന്താ ചെയ്യണ്ടേ, കത്തിക്കണ്ടേ. അപ്പൊ രണ്ടുകൂട്ടർക്കും എന്തായി, പ്രശ്നം സോൾവ് ആയിരുന്നൊരു കഥയാണ്. ഇതുപോലെ ഇപ്പം ഇന്നത്തെ എന്താ വെച്ചാല്, ഇന്ന് നമ്മളൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരല്ല, അല്ലെങ്കിൽ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവരല്ല. പക്ഷേ ഇപ്പൊ നമ്മളൊക്കെ പിന്നെ ഈ കടകളുണ്ടല്ലോ, എന്താ പറയാ, ടെക്സ്റ്റൈൽസുകള്, അതുപോലെ തന്നെ ഫാൻസി കടകള്, ഇവിടൊക്കെ ഈ പറഞ്ഞ തിംസാലുണ്ട്. അതിന്റെ മുമ്പിൽ എത്തിക്കാതിരിക്കില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ നല്ല തുണിയും കുപ്പായും സാരിയും മഫ്തിയൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് നല്ല ആണിന്റെ പെണ്ണിന്റെയും രൂപങ്ങൾ എന്തിട്ടുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവുന്ന വെച്ചാൽ, അപ്പൊ നമുക്ക് ഇന്നത്തെ സ്റ്റാച്ചു ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കണേ കുഴപ്പമില്ല, പക്ഷെ തല ഉണ്ടാകാൻ പാടില്ല. തല കട്ട് ചെയ്യണം. തല ഇല്ലെങ്കിൽ അതിന് രൂപമില്ല എന്ന ഹദീസിലുണ്ട്. അതായത് ഒരു സൂറത്തിന്
ഒരു ചിത്രത്തിൽ അതിന്റെ തലയില്ലെങ്കിൽ, ഇപ്പൊ നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിൽ ചിത്രം പക്ഷെ തല ഉണ്ടാവില്ല. തലയില്ലെങ്കിൽ സൂറത്തിന്റെ ഹുക്കുമില്ല. സൂറത്തിനാണ് ചിത്രം, അല്ലെങ്കിൽ രൂപത്തിന്റെ ഹുക്കുമില്ല. അതല്ലാത്തുണ്ട്, അതിന് കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ നല്ല ഭംഗിയുള്ള പുരുഷന്മാരുടെയും അതേപോലെ തന്നെ അതിലെന്താ വെച്ചാല് സ്ത്രീകളുടെ രൂപരാവണ്യം ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്ത വേറെ വിഷയം. എന്താ വെച്ചാൽ രൂപം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടോയ്സിന് വേറെ ഹുക്കുമാണ്. അതിപ്പോ നമ്മൾ ചെറിയ കുട്ടികൾക്ക് കളിപ്പാട്ടം അത് കളിക്കാൻ മാത്രം ഉപയോഗിക്കാൻ പാടും. അതെടുത്ത് ഷോക്കേസിൽ വെച്ചാൽ അതിന് ഹുക്കും മാറി. ഇപ്പൊ ചെറിയ കുട്ടി പാവക്കുട്ടികളുണ്ടാവും. പാവക്കുട്ടികൾ അത് നിലത്തിട്ട് അതിന് ഇഹാനത്ത് വേണം. അതായത് ഒരു തളീം ഉണ്ടാകാൻ പാടില്ല. തളീം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷോക്കേസിൽ വെച്ചാൽ എന്താണ് അതിനൊരു ആദരവും ഇതും വന്നല്ലോ, അത് പാടില്ല. അതേസമയം കുട്ടികൾ പാശ്ചാത്യത്തിൽ എനിക്ക് പാവക്കുട്ടിൻ്റെ കളിക്കണതിന്റെ ഹുക്കും വേറെയാണ്. അതേ സമയത്ത് അതിന് ഷോക്കേസിൽ വെച്ച് അലങ്കാരത്തിന് വെക്കുമ്പോൾ അതിന്റെ ഹുക്കും മാറും. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കാൻ പാടില്ല. ഫോട്ടോ എടുത്തിട്ട് പണ്ടൊക്കെ നമ്മൾ കാണാം, ഈ കല്യാണ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് കണ്ട് വിട്ടു വെക്കണതാണ്. അത് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ ഇതൊന്നും പ്രദർശന വസ്തു നമ്മൾ പേപ്പറിലും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മളെടുത്ത് പേപ്പർ പ്രകാരങ്ങൾ ഒട്ടിച്ചേക്കില്ലല്ലോ. ഇനി അഥവാ ഒട്ടിച്ചാൽ ഇതൊക്കെ നമ്മൾ മറച്ചു വെക്കുക. പിന്നെ ഈ തിരുസാലിന്റെ ഇതിലൊക്കെ പെടും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹത്തെ എതിർക്കണം. പക്ഷെ വിഗ്രഹം ആരുണ്ടാക്കിയതാ? മനുഷ്യന്മാരുണ്ടാക്കിയാണ്. ഇനി അവിടെ ഒരു സംഗതി കൂടി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ആയത്തിന്റെ തഫ്സീറിൽ പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അലി റളിയല്ലാഹുവിന്റെ സംഭവം ഈ സംഭവത്തെ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ചെസ് കളിക്കുമല്ലോ ആൾക്കാർ ഇല്ലേ, ചെസ് കളിക്കുമല്ലോ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാണ്, പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സംഭവം ഞാൻ വായിച്ചു തരാം. അതായത് അലി റളിയല്ലാഹു അൻഹു ഒരിക്കലും ഒരു സമുദായത്തിന്റെ അടുത്തൂടെ പോവാണ്. പിന്നെ എന്താ അവിടെ മറ അലിയുൻ അലാ ഖൗമി യൽഅബൂൻ ബിശത്റഞ്ച്. നമുക്കറിയാം ഷത്റഞ്ചിൽ എന്താ ഉള്ളത്? ഷത്റഞ്ച് എന്ന് പറഞ്ഞാൽ ചെസ്സല്ലേ. ചെസ്സിൽ കുറെ കുതിരയും ആനയും ബുദ്ധമൊക്കെ ഉണ്ടാവല്ലോ, എന്നറ അതിന്റെ രൂപങ്ങളാണ്. അപ്പൊ ഷത്റഞ്ച് കളിക്കാൻ ഫഖാല മാ ഹാദിഹി തമാസീലു ലത്തി അൻതും ലഹ ആകിഫൂൻ. ഇതേ ആയത്താണ്. ശരിക്കും നമ്മൾ ചെസ് കളിക്കാൻ എങ്ങനെ അനങ്ങാതല്ല കളിക്കുക. ഫുട്ബോൾ കളിക്കാനുള്ള ചെസ് കളിക്കല് ശരിക്കും ഒരു എത്തിക്കാഫ് തന്നെയാണല്ലോ അവിടെ. എന്നറ അതിന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്, ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ അനങ്ങാതെ ചിന്തിച്ച് നിൽക്കാമല്ലോ. ഇത് കണ്ടപ്പോ ആര് ഈ ആയത്തോതി? അലി റളിയല്ലാഹു അൻഹു ഈ ആയത്തോതാണ്. ഏതായത്ത്? ഇബ്രാഹിം നബി വിഗ്രഹത്തിന് മുമ്പിൽ ഇരിക്കുന്ന ആൾക്കുടെ മുമ്പിൽ ഓതുന്ന ആയത്ത്. ചെസ് കളിക്കുന്നതിന് മുമ്പിൽ ആരോധാണ്? അലി റളിയല്ലാഹു അൻഹു ഓതാണ്. മാ ഹാദിഹി തമാസീലു ലത്തി അൻതും ഹാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, ലഅൻ യമസ്സ അഹദുക്കും ജംറൻ ഹത്താ യത്ഫ ഖൈറുൻ ലഹു മിൻ അൻ യമസ്സഹ. ഈ ഷത്റഞ്ചിന്റെ ഈ മറ്റേ ഇതുണ്ടല്ലോ, എന്ത് അതിനെന്താ പറയാ, കരു ഈ കരു നിങ്ങൾ പിടിക്കുന്നേക്കാൾ നിങ്ങൾക്കുണ്ടല്ലോ ഒരു തീക്കട്ട ഇങ്ങനെ പിടിച്ചുണ്ടത് അവിടെ നിന്നാണ് കെട്ടുപോകലാണ് നിങ്ങൾക്ക് നല്ലത്. എന്തിനേക്കാൾ? ഈ ഒരു ചെസ്സിന്റെ കരു നിങ്ങൾ കൈകൊണ്ട് പിടിക്കുന്നതിനേക്കാൾ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ, കാരണം ഇതും ഒരു എത്തിക്കാഫാണ്, ഈ രൂപങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ എത്തിക്കാഫിരിക്കുക. അപ്പൊ ഇത് ഈ ആയത്തിന്റെ തഫ്സീർ. ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ വിഗ്രഹാരാധന നടത്തുന്നില്ലെങ്കിലും വിഗ്രഹാരാധന കടന്നു വന്നത് ഇങ്ങനെയാണ്. എങ്ങനെ? ഈ രൂപങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ ഇബ്രാഹിം നബി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, നൂഹ് നബിന്റെ ഖൗം തൗഹീദിലായിരുന്നല്ലോ, നൂഹിന്റെ മുമ്പത്തെ തലമുറ. എങ്ങനെയാണ് പിന്നെ ശിർക്ക് വന്നത്? ഒരു മഹാന്മാര് ജീവിച്ചു പോലെ പിന്നെ സൂറത്തുകളൊക്കെ വെള്ളിങ്ങനെ ഉണ്ടാക്കി വെച്ച് പിന്നെ താതീമാക്കി പിന്നെ എന്നെ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പൊ അതാ CM മടവൂരിന്റെ ഫോട്ടോത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് ആളുകൾ? ഇപ്പൊ ഈ അമ്മന്റെയും ഗുരുവായൂരപ്പന്റെ ഫോട്ടോത്തിന് മുമ്പിൽ ചെന്നിട്ട് ഭക്തി കൊടുക്കണില്ലേ? അതേപോലെ CM മടവൂരിന്റെ മുമ്പിൽ ചെന്നിട്ട് ഉണ്ട്. നോക്കട്ടെ, എല്ലാ വീട്ടിലും CM മടവൂരിന്റെ ഫോട്ടോ വരും. ഓരോ പടച്ചോനാവും. ആലോചിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടം നമ്മുടെ കാലഘട്ടമായിരുന്നെങ്കിൽ, നിറ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഉള്ള കാലഘട്ടമാണെങ്കിൽ 99.4% വീട്ടിൽ ആരെ ഫോട്ടോ ഉണ്ടാവും? ആരെ ഫോട്ടോ ഉണ്ടാവും? നബിന്റെ ഫോട്ടോ ഉണ്ടാവും. ഉറപ്പല്ലേ?
നമ്മളിനി പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്ന് വെറുതെ കാണാനേ നമ്മളെടുത്തേക്കൂലേ, അങ്ങനെ ശിർക്ക് വരും. അതുകൊണ്ട് അള്ളാഹ് അതിനെ തടഞ്ഞതാണ് അവിടെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ആ ചോദിക്കും, ഈ റസൂലുള്ളാഹിന്റെ കാലത്ത് എന്ത് ഈ ടെക്നോളജി ഒന്നും അള്ളാഹ് കൊടുക്കാൻ? അതിന് പല ഹിക്മത്തുകളുണ്ട്. അതിലൊരു ഹിക്മത്ത് ശിർക്ക് തടയാൻ. കാര്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫോട്ടോ, ഒരു വരച്ച ഫോട്ടോ പോലും ലഭ്യമല്ലല്ലോ, ഇല്ലല്ലോ. അതൊന്നാലും ഹിക്മത്ത് അള്ളാഹ് സംരക്ഷിച്ചിട്ടാണ് ഈ ഉമ്മത്തിനെ ശിർക്കുന്നത്. പക്ഷെ എന്നാലും ഈ മഹാന്മാരുടെയും മറ്റൊക്കെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനിനെ ഫസാദാക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് വെച്ചാൽ, മാ ഹാദിഹി തമാതീലു ലത്തി അൻതും ലഹാ ആകിഫൂൻ, എന്താണ് നിങ്ങൾ ഈ ഇത്തികാഫിരിക്കുന്ന രൂപങ്ങൾ എന്ന് പറഞ്ഞത്? നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയതാണ്, നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ ഇതിനെ കൊണ്ട് സാധിക്കുകയില്ല. അപ്പൊ ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു വിഗ്രഹാരാധന നടത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോ, ഇനി വിഗ്രഹാരാധന മാത്രമല്ല, ഇവിടെ മനസ്സിലാക്കുന്നത് വെച്ചാൽ പിന്നെ തിംസാൽ രൂപങ്ങൾ, ആ രൂപങ്ങൾ പലതരത്തിലുണ്ട്. ഒരു മനുഷ്യന്റെ രൂപത്തിലുണ്ടാവും, അതേപോലെ തന്നെ പിന്നെ മൃഗങ്ങളുടെ രൂപത്തിലുണ്ടാവും, പിന്നെ മൃഗങ്ങളല്ലാത്ത രൂപത്തിലുണ്ടാവും. ഏത് രൂപത്തിലാണെങ്കിലും അതിനെല്ലാം തിംസാൽ എന്ന് പറയും. ആ തിംസാലുകൾ അതൊരിക്കലും പിന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം തന്നെ പറഞ്ഞത്, മാ ഹാദിഹി തമാതീലു ലത്തി അൻതും ലഹാ ആകിഫൂൻ, നിങ്ങൾ ഇത്തികാഫിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ എന്താണ്, ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്ന് പറഞ്ഞു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഓരോട് പറഞ്ഞ് ചിന്തിക്കാനാ. പക്ഷെ ഓര് പറഞ്ഞ മറുപടി എന്താ വെച്ചാല്, സംഗതിക്ക് നിങ്ങൾ ശരി തന്നെ, ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ മിണ്ടൂല, ഭക്ഷണം കഴിക്കൂല, ഞങ്ങൾ വിളിച്ചാൽ കേൾക്കൂല, നമുക്കെന്തെങ്കിലും ഉപകാരം. ഇപ്പൊ നമ്മള് കുത്തനെത്തിയാൽ കുത്തനക്കും, വലിച്ചെറിഞ്ഞ അവിടെ കിടക്കും, പൊട്ടിച്ച 2 കഷ്ണാവും. ഇതല്ലേ ഇതാ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ലോകത്ത് ഏറ്റവും വലിയ, ഞാൻ എപ്പോഴും പറഞ്ഞത്, ഏറ്റവും വലിയ വെഡിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ അള്ളാന്റെ പടപ്പുകൾ ആരാധിക്കുക അല്ലേ? അതാ പറഞ്ഞു, ഒരു പടപ്പ് മറ്റൊരു പടപ്പിനെ ആരാധിക്കില്ല മനുഷ്യനല്ലാതെ, ഒരു പടപ്പ് മറ്റൊരു പടപ്പിനെ ആരാധിക്കില്ല മനുഷ്യനല്ലാതെ. ഈ സ്വന്തം കൈകൊണ്ട് നമ്മൾ ഏത് രൂപത്തിന് വേണ്ടി നമ്മളെ തീരുമാനിക്കണേ, നമുക്ക് വേറെ രൂപം നമ്മൾ തീരുമാനിക്കുകയാണ് അല്ലേ? നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ കൊത്തിണ്ടാക്കിയ സാധനത്തെ നമ്മൾ ആരാധ്യ വസ്തുവായി സ്വീകരിക്കുക. അപ്പൊ ഇബ്രാഹിം നബി ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ മറുപടി? സംഗതിച്ച് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്താ മറുപടി? കാലു, അവരെന്താ മറുപടി? വജദ്ന ആബാഅനാ ലഹാ ആബിദീൻ. ഇതാണ് മറുപടി. വജദ്ന, ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആരെ? ആബാഅന, ഞങ്ങളെ വാപ്പക്കാരണവന്മാരെ, ലഹാ ആബിദീൻ, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിട്ട്. ഖലാസ്, അത്രേ ഉള്ളൂ. നമുക്കിപ്പോ നിങ്ങൾ ഉപകാരം ചെയ്യണ്ടോന്ന് കേൾക്കണ്ട, ഉപദ്രവം ചെയ്യണ്ടോന്ന് അറിയണ്ട, ഇതിനെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണ്ട, കേൾക്കുമെന്ന് കാണാൻ ഒന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഇത് നമ്മുടെ വാപ്പാര് ചെയ്താണ്. ഇതാണ് ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ഈ മനുഷ്യന്മാരെ നശിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, മനുഷ്യന്മാർ ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല. നിങ്ങൾ ആലോചിച്ചൊക്കെ ഈ മറുപടി ഇതിപ്പോ നമ്മുടെ നാട്ടിലും ആൾക്കാർ പറയും കേട്ടോ, നിങ്ങളെന്താണ് അവിടെ പിന്നെ പോലും മറ്റോ കഴിക്കുന്നത്, അത് നമ്മളെ കാരണവന്മാരായിട്ട് ഇങ്ങനെയുള്ളതാണ്. ഇനി നമുക്ക് മാറ്റാൻ പറ്റില്ല, ആദ്യം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇന്ന ലോകത്ത് ഏതെങ്കിലും മനുഷ്യൻ പറയുന്നുണ്ടോ, എൻ്റെ വാപ്പൊക്കെ കാളവണ്ടിയിലാ പോയിന്, ഞാനും കാളവണ്ടിയിലാ പോകുള്ളൂ എന്നാരും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. എൻ്റെ വാപ്പൊന്ന് വിമാനം തന്നെ കയറിയില്ല, അതുകൊണ്ട് ഞാൻ വിമാനം കയറില്ല. എൻ്റെ വാപ്പാക്ക് മൊബൈലില്ല, നീ അതുകൊണ്ട് എനിക്ക് മൊബൈലിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? അതിലൊക്കെ നമുക്ക് വാപ്പാരാണ്ട. എന്നാൽ മനുഷ്യന്മാർക്ക് ഈ ദുനിയാവില് ഈ കാളവണ്ടി പോയാലും ഒരാൾക്ക് സ്വർഗം കിട്ടാക്കുന്നില്ല, ഇനി മൊബൈൽ ഉപയോഗിച്ചാലും സ്വർഗം കിട്ടാക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലത്ത് ഉപയോഗിക്കാൻ ഞാൻ വേറെ സ്വർഗം കിട്ടും. കാരണം ഒരുപാട് തിന്മകളായാലും എന്ത് ചെയ്യും, മാറിക്കുള്ള അവസരം ഉണ്ടാവും. ഇനി അതൊക്കെ അയാൾക്ക് ഉപയോഗിക്കുന്ന ഈ ദുനിയാവിന്റെ കാര്യം തടസ്സമില്ലെങ്കിൽ പിന്നെ ആകെ തടസ്സം എന്താ? ദീന്. അതിന്റെ വാപ്പാൻ്റെ ആയിക്കോട്ടെ. അപ്പൊ അതിൽ വാപ്പാരുടെ ദീനം സ്വീകരിക്കുന്ന ഇസ്ലാം തെറ്റൊന്നുമില്ല. പക്ഷെ ആ വാപ്പാക്ക് തെറ്റിയണെങ്കിലോ, അതിനോട് പറഞ്ഞത് ഇബ്രാഹിം നബിന്റെ ഖൗമിന്റെ ന്യായം എന്താ? ഈ വിഗ്രഹം കേൾക്കുന്നുണ്ടോ, വിഗ്രഹം അറിയുണ്ടോ, വിഗ്രഹത്തിന് എന്തെങ്കിലും സാധിക്കോ, അല്ലെങ്കിൽ വിഗ്രഹം നമ്മളെ സഹായിക്കോ, പ്രാർത്ഥന കേൾക്കോ, ഉത്തരം ചെയ്തൊന്നും അവർക്ക് വിഷയമല്ല. അവർക്ക് ആകെ വിഷയം എന്തുള്ളൂ? വജദ്ന അലൈഹി ആബാഅന, അല്ലെങ്കിൽ വജദ്ന ആബാഅന ലഹാ ആബിദീൻ. ഞങ്ങൾ വാപ്പക്കാരന്മാർ ഇങ്ങനെയാണ് ചെയ്തത്. വാപ്പക്കാരന്മാരോടുള്ള മഹത്വം ഇസ്ലാമിലുണ്ട്. വാപ്പാനനുസരിക്കണം, എല്ലാം ചെയ്യണം. വാപ്പാനനുസരിക്കാൻ സ്വർഗത്ത് കടക്കൂല, വാപ്പ ഉമ്മാനെ അനുസരിക്കാൻ സ്വർഗത്ത് കടക്കൂല, കുടുംബബന്ധം പാലിക്കാൻ സ്വർഗത്ത് കടക്കൂല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഖുർആനിലുള്ളതാണ്.
സൂറത്തുൽ നിസാന്റെ അയ്യുല്ലദീന ആമനു തഖുള്ള, പിന്നെ സൂറത്തുൽ നിസാന്റെ 1-ാമത്തെ ആയത്തുണ്ടല്ലോ, പിന്നെ അതിനാണ് കുടുംബത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുന്ന പറഞ്ഞ ആയത്തുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ വഇൻ ജാഹദക തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, ശിർക്ക് ചെയ്യാൻ അവർ പറഞ്ഞാൽ അതിനനുസരിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ് മാതാപിതാക്കളുടെ കൽപ്പനയേക്കാൾ വലുത്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിരർത്ഥകത, ആ തിംസാലിന്റെ വിഗ്രഹങ്ങൾ നിരർത്ഥകത ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും അവരെന്ത് ചെയ്യില്ല, ന്യായം പറഞ്ഞത് വെച്ചാൽ ഞങ്ങളെ കാരണവന്മാർ ചെയ്തിട്ടുണ്ട്. നമ്മള് പക്ഷെ പലപ്പോഴും നമ്മുടെ ഈ സമുദായത്തിൽ നിന്ന് പല വിദ്യാർത്ഥികളും എടുത്തു പോകാത്തതിന്റെ കാരണം എന്താ? അതിപ്പോ നമ്മളെ 100 കൊല്ലം പഴക്കമുള്ള മഹല്ലാണ് നമ്മളത്. അതുകൊണ്ട് ആ 100 കൊല്ലം പഴക്കമുള്ള സാധനം ഇപ്പൊ നമ്മളായിട്ട് ഇങ്ങനെ എടുത്തു മാറ്റുക. ഈ 100 കൊല്ലം പഴക്കമുള്ള പള്ളി നമ്മൾ വിളിച്ചില്ലേ, മിഹ്റാബ് വിളിച്ചില്ലേ, ഇല്ലേ, മിനാരം പിന്നെ കെട്ടിണ്ടാക്കിയില്ലേ, കാർപ്പറ്റ് വിരിച്ചില്ലേ, AC വിരിച്ചില്ലേ, ഒക്കെ വിരിച്ചില്ലേ. അപ്പൊ ഞാൻ ഈ കാലഘട്ടത്തിലുള്ള സംഗതികളൊക്കെ ദീനിലുണ്ട്, ഖുറാനിലുണ്ട്, സുന്നത്തിലോ നോക്കിയാൽ മതി. അത് നോക്കാൻ തയ്യാറില്ല. അത് നമ്മൾ ഇങ്ങനെ കാലങ്ങളായിട്ട് അത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ നിലപാടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത് വന്നപ്പോ എന്താ ഇതേ മറുപടി തന്നെ മക്കത്താരും പറഞ്ഞത്. ഇബ്രാഹിം നബിന്റെ മറുപടി എന്താ പറഞ്ഞത്? പിന്നെ വജദന അലൈഹി ആബാന കദാലിക യഫ്അലൂൻ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വാപ്പന്മാര് കണ്ട്. 3 ന്യായാണ് അവർ പറഞ്ഞത്. ഒന്നും വെച്ചാൽ ഞങ്ങൾ അല്ലാത്തവരെ ആരാധിക്കുന്നത് ഇത് പടച്ചോനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ലിയഖരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ്. ഇവര് പടച്ചോനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ പണ്ട് മുശ്രിക്ക വിശ്വസിച്ചില്ല, ഇപ്പൊ നമ്മളാൾക്ക് വിശ്വസിക്കുന്നുണ്ട്, പടച്ചോനെ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാല് പിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശുപാർശകന്മാരാണിവർ, ഹാവുലായി ശുഫാഉന ഇൻദല്ലാഹ്. 3-ാമത്തെ ന്യായം വജ്ദന അലൈഹി ആബ. ഇത് എല്ലാ കാലഘട്ടത്തിലെയും എല്ലാ പ്രവാചകന്മാരും എതിരാളികൾ ആ പ്രവാചകന്മാർ പറഞ്ഞ ന്യായമാണ്. അത് തന്നെയാണ് നമ്മുടെ കോമിനും പറയാനുള്ളത്. നമ്മള് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന് അതന്നെ പറയാനുള്ളത്. അത് ശരിയായ ന്യായമല്ല. മനസ്സിലായില്ലേ? ഞാൻ പിന്നെ തിംസാൽ ഒന്നുകൂടി ഞാൻ ഗൗരവം ഊന്നി പറയാണ്. അതായത് ഈ പിന്നെ രൂപങ്ങള് യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പാടില്ല. നമ്മുടെ വീടുകളിലും നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും പിന്നെ ഈ ചില ആൾക്ക് കാറിലൊക്കെ ഈ നായ്ക്കുട്ടിൻ്റെ ഒക്കെ കണ്ടില്ല നിങ്ങൾ, കാറിന്റെ ബാക്കിലൊക്കെ നായ്ക്കുട്ടിന്റെ ഫോട്ടോ എന്ന് വെച്ചാൽ അലങ്കാരത്തിന് ഒരിക്കലും പാടില്ല. ശരി, അലങ്കാരത്തിന് പിന്നെ നായനെ വളർത്താനും പാടില്ല, അത് വേറെ വിഷയം. പിന്നെ രൂപങ്ങള് ഷോക്കേസിലും മറ്റൊക്കെ പല വീടുകളിൽ ഞാൻ ചെന്നാൽ പറഞ്ഞ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ചിലപ്പോൾ കളിക്കാൻ വേണ്ടി, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിയതായിരിക്കും. പിന്നെ കുട്ടികൾ കളി നിർത്തിയാൽ ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്യും, ആ ഷോക്കേസ് കുട്ടികൾ കളി നിർത്തിയാൽ തൂക്കി വെക്കില്ലാതെ അവിടെ വെക്കാൻ പാടില്ല. അതിൻ്റെ ഗൗരവം വളരെ ഗൗരവമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസവ്വിറിൻ ഫിന്നാർ. ഒന്ന് ചിത്രം വരച്ചുണ്ടാക്കുകയോ അതിന് രൂപമുണ്ടാക്കുകയോ ചെയ്യുന്നവർക്കെല്ലാം നരകമുണ്ട്. കാരണം മുസവ്വിർ അല്ലാഹ്, രൂപമുണ്ടാക്കുന്നവരാരാണ്? അള്ളാഹുവാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എന്താ പറയുക, ഫോട്ടോഗ്രാഫി, ഫോട്ടോ ഒന്നും വീടിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപനങ്ങളിലുള്ളിലൊക്കെ പിന്നെ തൂക്കി പ്രദർശന വസ്തുവാക്കി വെക്കുന്നതിനെ നമ്മളൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് ഇസ്ലാമികമല്ല. ഇനി ഞങ്ങളുടെ കടകളിലൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും അത് മറച്ചു വെക്കുക. പിന്നെ പല ഫോട്ടോസുകളും പല രൂപത്തിലുണ്ടാവും. പിന്നെ ഇപ്പം നമ്മുടെ ഈ കമ്പനികളുടെ ഒക്കെ പരസ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാണ് എന്താ ഇപ്പം എൻ്റെ ഒന്ന് ഫോട്ടോ തന്നെ പ്രശ്നം. രണ്ടാമത്തെ ആരെ ഫോട്ടോയിൽ കൊടുക്കണം? അവറത്തില്ല മറക്കാത്ത പെണ്ണാണ്. ഒരു മുട്ടുസൂചി ഉണ്ടെങ്കിൽ ഇന്ന് പെണ്ണിന്റെ പരസ്യം വേണം. പെണ്ണുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതിയാണെങ്കിൽ പോലും ഇന്നിപ്പോ പെണ്ണിന്റെ ഫോട്ടോ കൊടുത്താല് എന്തേ ഉള്ളൂ, സാധനം ചെലവാകും. ശരി, യഥാർത്ഥത്തിൽ അതൊക്കെ ഒരു മാർക്കറ്റാണ്. യഥാർത്ഥത്തിൽ പെണ്ണുങ്ങളെ വഷളാക്കൽ കൂടിയാണ്. അത് നമ്മൾ പെണ്ണുങ്ങൾ ചിന്തിക്കണില്ല. പിന്നെ പരസ്യം കൊടുക്കുന്നത് ഇനിയിപ്പോൾ ആണുങ്ങളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അതിൽ പെണ്ണുങ്ങളെ ഫോട്ടോ കൊടുക്കുന്ന അവസ്ഥ. അപ്പം അതൊക്കെ എത്രമാത്രം ഹലാലാകുന്നില്ല നമ്മൾ ചിന്തിച്ചാൽ മതി. ഇപ്പം ഈ ടെക്സ്റ്റൈൽസുകളാണെങ്കിലും ഞാൻ ആരും വിമർശിക്കുന്നില്ല, ഉള്ള പോലെ പറയുന്നുള്ളൂ. ടെക്സ്റ്റൈൽസുകളാണെങ്കിലും അതുപോലെ തന്നെ ജ്വല്ലറികളാണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ഷോപ്പുകളാണെങ്കിലൊക്കെ ഒരു പെണ്ണിൻ്റെ ഔറത്ത് കാണിച്ചിട്ടാണ് ഒരു കച്ചവടം നടത്തുന്നതെങ്കിൽ ആ കച്ചവടത്തിൻ്റെ ഹുക്കം എന്താ നമ്മൾ ചിന്തിച്ചാൽ മതി. ശരി, അപ്പം അത് വളരെ ഗൗരവമുള്ള തിരുസാർ നിറയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഈ വിഗ്രഹത്തെയാണ് നിർത്തുമെങ്കിലും നമ്മുടെ നാട്ടിൽ എന്തുണ്ട്, ഇത്തരം വിഗ്രഹങ്ങൾ ഉണ്ട്. മുസ്ലിമുകൾക്കിടയിൽ തന്നെ ഒരു വിഗ്രഹം ആരാധിക്കണില്ല എന്നുള്ളൂ. പക്ഷേ ആരാധന എല്ലാത്ത രൂപത്തിൽ തന്നെയും പിന്നെ വിഗ്രഹങ്ങൾ നമുക്കിടയിൽ ഉണ്ട് എന്നുള്ള ഇല്ല. ഫോട്ടോ ആ സ്റ്റേഷൻ നിൽക്കുന്ന കുഴപ്പമില്ല. പക്ഷെ അതൊരു പ്രദർശന വസ്തുവായി നിൽക്കാൻ പാടില്ല. അതായത് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ പ്രദർശന വസ്തുവാക്കി നമ്മളെ മൊബൈലൊക്കെ ഉണ്ടാകുന്ന ആവശ്യത്തിന് എടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ഫോട്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പ്രദർശന വസ്തുവാക്കി വെക്കുമ്പോൾ എനിക്ക് മാറി. നേരത്തെ കളിപ്പാട്ടം പോലെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ പിന്നെ പാവക്കുട്ടികളൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പക്ഷെ ആ പാവക്കുട്ടി എടുത്തിട്ട് നമ്മൾ ഒരു ഷോക്കേസ് വെക്കുമ്പോൾ എനിക്ക് മാറി. അവിടെ തന്നെ കളി നടക്കൂലല്ലോ. എൻ്റെ ഇഹാനത്തുണ്ടാകും. അങ്ങനെ തട്ടി കളിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് കുഴപ്പമില്ല. അതായത് ഷർജുദാനില്ലായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മളാ കണ്ണൊന്ന് മറച്ചാൽ മതി. കണ്ണ് എന്തെങ്കിലും ഷെയ്ഡ് ചെയ്താൽ മതി. നമ്മുടേതായിട്ടുള്ള ഫോട്ടോ ഉണ്ടെങ്കിൽ ആ കണ്ണ് മറച്ചു കഴിഞ്ഞാലും അതിന്റെ ഹുക്കം ഉണ്ടാവില്ല. അല്ലെങ്കിൽ തല മറക്കുക. നബിക്ക് നേരില്ല എന്നുള്ളൊരു പ്രസംഗം കേൾക്കലുണ്ട്. നേരില്ലാത്ത നബിന്റെ നേലാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലുണ്ട്. കാരണം നബി ഒരു മനുഷ്യൻ പറഞ്ഞു. നബി മനുഷ്യനാണ്, പക്ഷെ സാധാരണ മനുഷ്യനല്ല. നബി മനുഷ്യനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന എല്ലാം നബിക്കുണ്ട്. നബിക്ക് നേലില്ല എന്ന് അത് യഥാർത്ഥത്തിൽ സൂഫികളുടെ വിശ്വാസമാണ്. കാരണം സൂഫികൾക്ക് ഇത് ഷിയാക്കൾ കിട്ടിയതാണ്. കാരണം ഷിയാക്കളുടെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൂറിൽ നിന്ന് പടക്കപ്പെട്ട ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദം നബിയുടെ സന്തതി പരമ്പരല്ലാതെ നൂറിൽ നിന്ന് പടക്കപ്പെട്ടു. ആദം നബി എന്തുണ്ടാക്കിയ മണ്ണെന്നല്ലേ, ഖലഖഹു മിൻ തുറാബ് എന്ന് പറഞ്ഞല്ലേ, മണ്ണെന്നുണ്ടാക്കിയതാണ്. പക്ഷെ റസൂലുള്ളാഹി എന്തുണ്ടാക്കിയതാണ്, നൂറിന്ന്. അപ്പൊ നൂറിന്ന് ഉണ്ടാക്കിയ റസൂലിന് എന്തുണ്ടാവില്ല, നബിന് നൂറല്ലേ, സൂര്യന് ആയാലും ഉണ്ടാവുമോ? ഇല്ലല്ലോ, സൂര്യന് ആയാലും ഉണ്ടാവില്ല. അതുപോലെ നബിക്ക് ആയാലും. ആ വിശ്വാസം ഷിയാക്കളിൽ വന്നതാണ്. ഷിയാക്കൾക്ക് ആ വിശ്വാസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ആ നൂറ് നബി നൂറാണെങ്കിൽ ആര് നൂറാവും, ഫാത്തിമ നൂറാവും. അതാണ് ഫാത്തിമ ഒളിവ് ഓരേ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ കിട്ടി. നമ്മൾ ടീച്ചറുടെ നടക്കുക പിന്നെ ജീത്തർ നിർത്തിച്ച ഫാത്തിമ ഒളിവ് ഓരേ എന്ന് അറിഞ്ഞാണ്ട് ഫാത്തിമ ഒളിവാണ്. അതിതാണ് ഈ വിശ്വാസമാണ്. എന്താ പറയുക, റസൂലുള്ള നൂറാണെങ്കിൽ ആ നബിന്റെ മോളാണ് ആര്, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ നൂറാണ്. അപ്പൊ പിന്നെ ഹസൻ ഹുസൈൻ എന്താവും, നൂറാവും. അപ്പൊ പിന്നെ ഹസൻ ഹുസൈന്റെ വാപ്പയാണ് ആര്, അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു നൂറാവും. അപ്പൊ ഓരോ ആൾക്കാരൊക്കെ നൂറായി. മനസ്സിലായേ? അതുകൂടെ ഉണ്ടാക്കിയത് എന്താണ്? റസൂലുള്ളാഹിക്ക് നേലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മൂത്ര വെച്ചിട്ടുണ്ട്. പ്രവാചകൻ മലമൂത്ര വിസർജനം നടത്തിയിട്ടൊന്നും ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന രൂപത്തിലൊക്കെ റസൂലുള്ളാഹിക്കുണ്ട്. പക്ഷേ നബിക്ക് ശാരീരികമായ ചില പ്രത്യേകത ഉണ്ട്. അത് റസൂലുള്ളാഹിക്ക് നബിയെ പിന്നെ പ്രവാചകൻ എന്ന നിലയ്ക്കുള്ള പ്രത്യേകതകളുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അതായത് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. അതായത് നിങ്ങളെപ്പോലെ മനുഷ്യനല്ല, ആ അടിവര ഇടേണ്ട മാറിയ അതിൻ്റെ അർത്ഥം മാറും. നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പം നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ്. മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കല്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മലക്കല്ല. കാരണം അവിടെയുള്ള മുശ്രിക്കീങ്ങൾ നബി ആരാകണം എന്നാ ബാധിച്ചത്, മനുഷ്യനാകാൻ പാടില്ല, മലക്കാണ്. അപ്പൊ അള്ളാഹ് അതിന് മറുപടി കൊടുക്കുകയാണ്, ഞാൻ മലക്കല്ല, മനുഷ്യനാണ്. നമ്മളെപ്പോലെ മനുഷ്യൻ തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശാരീരികമായ ചില പ്രത്യേകത ഉണ്ട്. റസൂലുള്ളാഹിക്ക് 30 ആളെ ശരീരശക്തി ഉണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിലേക്ക് നിൽക്കുമ്പോൾ ബാക്കിലേക്ക് റസൂലുള്ളാഹിക്ക് കാണാം. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. പക്ഷെ നിസ്കാരം കഴിഞ്ഞത് പോകും. പ്രവാചകൻ ധൈര്യശാലിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഖൽബിലേക്കാണ് ഖുർആനിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകൻ സംസാരിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. പക്ഷെ മനുഷ്യൻ റസൂലുള്ളാഹിക്ക് മുറിയേറ്റ രക്തം വരും. നബിക്ക് ക്ഷീണം ഉണ്ടായിട്ടുണ്ട്, ബോധക്ഷയം ഉണ്ടായിട്ടുണ്ട്, രോഗം ഉണ്ടായിട്ടുണ്ട്, നബിക്ക് മറവി ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ? 4 റക്അത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ച് നബി സലാം വീട്ടിന്ന് മാത്രമല്ല, പിന്നെ സഹാബിമാരോട് ചോദിച്ചു ഖുസ്റത്തു സ്വലാ, നബി നിസ്കാരം ചുരുക്കപ്പെട്ടോ? ഇവർ നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടില്ല, മറക്കപ്പെട്ടിട്ടില്ല. ഞാൻ മറന്നിട്ടില്ല, ചുരുക്കിയിട്ടില്ല പറഞ്ഞു. അല്ല നബി നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുള്ളൂ.
ഇത് ദുല്യത എന്ന സഹാബി പറഞ്ഞു. ദുല്യത എന്ന് പറഞ്ഞാൽ പിന്നെ കൈ കുറച്ച് നീണ്ട സഹാബി. ആർക്ക് ചോദിക്കാൻ തരില്ല നബിനോട്. കാരണം ഒരു വിചാരിച്ചെന്ന് വെച്ചാൽ 4 റക്അത്ത് നിസ്കാരം 2 റക്അത്തായി ചുരുക്കിയിട്ടുണ്ട്. നബി 2 റക്അത്ത് കണ്ടത് നബി മറന്നതാണ്. ആ മറവിയിൽ നമുക്ക് ഹിക്മത്തുണ്ട്. കാരണം മറന്നാൽ എന്താ ചെയ്യേണ്ടത്? ആരെ പഠിപ്പിച്ചതിൻ്റെ? വിശ്വാസം അള്ള പഠിപ്പിച്ചാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന റസൂലുള്ളാഹിക്ക് ഭാര്യമാരുണ്ടായിട്ടുണ്ട്, കുട്ടികളുണ്ടായിട്ടുണ്ട്, പിന്നെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ പ്രവാചകൻ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ ഇങ്ങനെ അങ്ങാടി നടക്കണ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ പിന്നെ ചിലപ്പോൾ അന്തം വിട്ട് നടക്കണ ആളല്ല നബി. ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മനുഷ്യനാണ്. പക്ഷേ പ്രവാചകന് ശാരീരികമായ ചില പ്രത്യേകതകളുണ്ട്. ശാരീരികമായിട്ടുണ്ട്. അത് നുബുവത്ത് പിന്നെ ഉണ്ടാകുന്നതിന്റെ മുമ്പ് തന്നെ ഇപ്പൊ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, അതൊക്കെ ഒരു തെളിവില്ലാത്ത സംഗതിയാണ്. അതിനൊന്നും യാതൊരു തെളിവില്ലാത്ത സംഗതിയാണ്. ഇതുപോലെ വെച്ചാൽ ആൾക്കാർ ഈ നബിനെ പറ്റി പ്രത്യേകതകൾ എത്രയോ കാര്യം അതൊന്നും പറയില്ല. ഈ ആവശ്യമില്ലാത്തതിന്റെ ബേക്കിലാണ് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കിതാബുൽ ശമാഇൽ മുഹമ്മദിയ്യ റസൂലുള്ളാഹിന്റെ എല്ലാ സംഗതികളും പറഞ്ഞു. നബിന്റെ മുടി, നബിന്റെ താടി, നബിന്റെ നിറം, നബിന്റെ നടത്തം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം, പ്രവാചകന്റെ ഇരുത്തം, പ്രവാചകന്റെ ചിരി, റസൂലുള്ളാഹിന്റെ ഉറക്കം എല്ലാം പറയും. അതിലേക്കുള്ള പറഞ്ഞോളി. ഇനി ആവശ്യമില്ലാത്ത നബിന്റെ പിന്നെ മൂത്രം ദിവസമാണൊക്കെ ചർച്ചയാണ്. എന്തിനാ പിന്നെ ആവശ്യം? ഇനി അതുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ അവർക്ക് കിട്ടാണ്ടോ? ഇല്ലല്ലോ. എന്തെങ്കിലും ആവശ്യമില്ലാത്ത പിന്നെ പണ്ടൊരാൾ പറഞ്ഞത്, ഇപ്പൊ ഒരു പള്ളി ഉണ്ടായി, ആ പള്ളിൻ്റെ ഉള്ളിൽ മരമുണ്ടായി, ആ മരത്തിന്റെ ചില്ല പുറത്തേക്ക് പോയി, ആ ചില്ല പുറത്തേക്ക് പോയ ആ ചില്ലിന്റെ മുകളിൽ എത്തിക്കാപ്പിരുന്ന ശരിയാവുന്നു. എന്തിനപ്പോ അവിടെ ഇരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പോലെ. ഇതെനിക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഖാല അബീഹി വഖൗമിഹി മാ ഹാദിഹി തമാസീൽ ലത്തി അൻതും ലഹാ ആകിഫൂൻ ഖാലു വജദ്നാ ആബാഅനാ ലഹാ ആബിദീൻ. ഈ മറുപടി തന്നെയാണ് ഏത് കാലഘട്ടത്തിലും യഥാർത്ഥ സത്യത്തിലല്ലാത്ത ആളുകൾക്ക് കൊടുക്കേണ്ട മറുപടി. ശതവാക്യം നമുക്ക് അടുത്ത ആഴ്ചയിൽ വിശദീകരിക്കാം. അടുത്ത ആഴ്ച എനിക്ക് ചൊവ്വാഴ്ച എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പം എന്താ കാട്ടുക? അടുത്ത ആഴ്ച എനിക്ക് പരപ്പരങ്ങാടി പരിപാടി ഉണ്ട് ചൊവ്വാഴ്ച. വേറൊരു ദിവസം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ആവശ്യമാശ എടുക്കോ? എങ്ങനെ അടുത്ത ആഴ്ച ഒരു വിജ്ഞാനവേദി ആക്കാം. ആയിക്കോട്ടെ. വിജ്ഞാനവേദി ഉണ്ടാവും. സുബ്ഹാനല്ലാഹ് അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ദീൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോകുന്നവരുടെ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകാതിരിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.